എനിക്ക് വേറൊരു ഓർമ്മയുണ്ട്. ഞങ്ങളെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യുണ്ട്, ജോഷുവ സ്റ്റാൻലി. ഇപ്പൊ ചിലപ്പോ നല്ല നിലയിലായിരിക്കും. അടിപൊളി ഒരു നേടായിരുന്നു ഞങ്ങൾ പഠിച്ച ടൈമില്. 4ാം ക്ലാസ്സിലൊക്കെ ആയ ടൈമിലാട്ടെ ഈ ഇൻസിഡന്റ് നടക്കണേ. 4ാം ക്ലാസ്സിലൊക്കെ ആയ ടൈമില് ഇവനോടൊക്കെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് ഇവന് ഒന്നേ പറയും, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാറ്. എന്നിട്ട് എഴുതി കഴിഞ്ഞാല് നേരെ ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഇറങ്ങിപ്പോല, അന്ന് ഇറങ്ങിപ്പോല നടക്കൂല. എഴുതി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യൂല, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു തരൂല. അങ്ങനത്തെ ഒരു അരഗന്റ് നേടായിരുന്നു കേട്ടോ ജോഷുവ സ്റ്റാൻലി. ഞാൻ നേരെ വിപരീതമായിരുന്നു. അപ്പം ഇവനോടൊന്നും ആരും ചോദിക്കാൻ നിക്കലില്ല അങ്ങോട്ട്, കാരണം എല്ലാവർക്കും അറിയാം ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സൗദി അറേബ്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ട്, SAC എന്ന് പറയും. അത് സൗദി ഗവൺമെന്റിന്റെ നിയമമായിരുന്നു ഈ സബ്ജക്ട് സൗദിയിൽ പഠിപ്പിക്കണം. അത് ഫുള്ള് സൗദിന്റെ കിങ്ഡം, അവരുടെ ഹിസ്റ്ററി, അവരുടെ പ്ലേസസ്, കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഈ സബ്ജക്റ്റിന്റെ എക്സാം വന്നപ്പോൾ ജോഷുവ സ്റ്റാൻലി എന്നോട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു. ജോഷുവ സ്റ്റാൻലി എന്നോട് മാച്ച് ദ ഫോളോയിങ് അറിയോ ചോദിച്ചു. ഞാനാണെങ്കില് നെന്നൊന്ന് കയ്യൊക്കെ കയറും. മറ്റേ മീശമാധവലൊക്കെ മറ്റേ പോസ്റ്റ്മാനോട് അറിയില്ല, നീ ഒന്ന് ഭൂമിയിലോട്ട് അതേപോലെ ഞാൻ ഇവനൊക്കെ അങ്ങോട്ട് തെറ്റിച്ചങ്ങോട്ട് പറഞ്ഞെടുപ്പേ. ചെക്കന് കേട്ട് പേപ്പറൊക്കെ ആൻസറൊക്കെ കറക്റ്റ് ചെയ്ത് വന്ന് പേപ്പർ കിട്ടിയപ്പോ ഇവനെത്ര 6 മാർക്കറ്റ് അതിൽ പോയിണ്. 6 മാച്ച് ദ ഫോളോയിങ്. എന്നിട്ട് എന്നോട് വന്നാണ്ട് നീ അല്ലടോ പറഞ്ഞു ഇത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത്. അതായത് ഞാൻ ഓനെ പറ്റിച്ചതാണോ അതോ ഞാൻ പറഞ്ഞത് തെറ്റിയതാണോ എന്നുള്ളൂ എനിക്ക് ഇപ്പോഴും അറിയോ അല്ലേ എന്നുള്ള അറിയില്ല. ഞാൻ അന്നായിട്ട് എന്നാണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ റിവെഞ്ച് എടുക്കണ ചിലപ്പോ അന്നായിരിക്കും. അതിന് ശേഷം ഞാൻ ഒരാളുടെ റിവെഞ്ച് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ 11th 12th പഠിച്ചപ്പോ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടി അവനായിരുന്നു. നല്ല സ്മാർട്ട്, ടു ബി ഓണസ്റ്റ്. അതും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നും പഠിക്കും. ലൈക്ക് ലിറ്ററലി ഈ ടൈം മുതൽ ഈ ടൈം വരെ പഠിക്കും. അവന്റെ വീട്ടില് അവന് യൂട്യൂബ് കാണണമെങ്കിൽ അവന്റെ പേരൻസ് അവൻ കാണുന്ന യൂട്യൂബ് വീഡിയോന്റെ പിന്നിലിരുന്ന് കാണും. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പേരൻസും അവനൊക്കെ ആയിരിക്കും ലോഗോ